ശൂന്യാകാശത്ത് ഭാരമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരുടെയും അഭിപ്രായം ഭാരം ഇല്ല. കാരണം നമ്മൾ കണ്ടിരിക്കുന്ന വീഡിയോകളിലെല്ലാം ശൂന്യാകാശ സഞ്ചാരികൾ ഭാരമില്ലായ്മയിൽ കൂടി ഒഴുകി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ആകർഷണബലം ആണല്ലോ ഭാരമുണ്ടാക്കുന്നത്, അതും നമുക്കറിയാം. ചന്ദ്രൻ്റെ ആകർഷണബലം ഭൂമിയിൽ വരെ എത്തിയിട്ടാണ് ഭൂമിയിൽ വേലിയേറ്റം അഥവാ ടൈഡ് ഉണ്ടാക്കുന്നത്. ഭൂമിയുടെ ആകർഷണബലം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത്, അതും നമുക്കറിയാം. അതുപോലെ സൂര്യൻ്റെ ആകർഷണബലം കൊണ്ടാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്നും നമുക്കറിയാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ പറയുന്നത്. സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ, അല്ലെങ്കിൽ ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ഇടയിലാണല്ലോ സ്പേസ് അഥവാ ശൂന്യാകാശം. സൂര്യനിൽ നിന്ന് തുടങ്ങി ഭൂമി വരെ എത്തുന്ന ആകർഷണബലം ഇടയ്ക്ക് എങ്ങനെ നഷ്ടപ്പെടുന്നു? അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് തുടങ്ങി ചന്ദ്രൻ വരെ എത്തുന്ന ആകർഷണബലം, അല്ലെങ്കിൽ ചന്ദ്രനിൽ തുടങ്ങി വേലിയേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി വരെ എത്തുന്ന ആകർഷണബലം ഇടയ്ക്ക് എങ്ങനെ കുറച്ചു ദൂരം മാത്രം നഷ്ടപ്പെടുന്നു? ഇങ്ങനെ ചോദ്യം ചോദിക്കലാണ്, അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കലാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ ഉത്തരമല്ല, പക്ഷേ എങ്കിൽ കൂടിയും അങ്ങനെ വരുന്ന സംശയങ്ങൾക്ക് ഉത്തരം പറയാൻ കൂടി ഈ ചാനൽ ഞാൻ ഉപയോഗിക്കാം. ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. താങ്ക് യു. വിദ്യാഭ്യാസവും വിനോദവും കോർത്തിണക്കി നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു ചാനലാണ് ഇത്. ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് എന്നീ പ്രാഗൽഭ്യങ്ങളെ അഥവാ സ്കില്ലുകളെ വികസിപ്പിച്ച് ജീവിതത്തിലെ എല്ലാ തുറകളിലും വിജയിക്കാൻ ഈ ചാനൽ ഉപകരിക്കും. സബ്സ്ക്രൈബ്, ലൈക്ക് മുതലായവ നിങ്ങളുടെ ഇഷ്ടം പോലെ. വെൽക്കം ടു CSM Teach and Learn. CSM ടീച്ച് ആൻഡ് ലേൺ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനകത്ത് സ്പ്രിംഗ് ബാലൻസ് അഥവാ സ്പ്രിംഗ് ത്രാസിൽ തൂക്കിയിട്ടിരിക്കുന്ന വസ്തുവിനെ കാണാം. അത് താഴോട്ടിരുന്നതിന് മുൻപ് സ്പ്രിംഗ് ബാലൻസിൽ അതിൻ്റെ ഭാരം കാണിക്കുന്നതും കാണാം. പക്ഷേ താഴോട്ടിരുന്ന സമയത്ത് സ്പ്രിംഗ് ബാലൻസിലെ നീഡിൽ, തൂക്കം കാണിക്കുന്ന നീഡിൽ 0-ലേക്ക് തിരിച്ചു പോകുന്നതും കാണാം. ഇതിൻ്റെ അർത്ഥം വീഴുന്ന വസ്തുക്കൾക്ക് ഭാരമില്ല എന്നാണ്. വീഡിയോയുടെ ഈ ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ മുകളിൽ നിന്ന് താഴോട്ടിടുന്ന ഒരു കുപ്പിയും, വെള്ളം നിറച്ച കുപ്പിയും, ആ കുപ്പിയുടെ സൈഡിൽ ഒരു ഹോളും, ആ ഹോളിൽ കൂടി വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുപ്പി താഴത്തേക്ക് ഇടുന്നത്. പക്ഷേ കുപ്പി കയ്യിൽ നിന്ന് വിട്ടാൽ ആ നിമിഷം ഹോളിൽ കൂടി പുറത്തേക്ക് വരുന്ന ജലപ്രവാഹം നിൽക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം താഴോട്ട് വീണുകൊണ്ടിരുന്നപ്പോൾ കുപ്പിക്കകത്തെ വെള്ളത്തിന് ഭാരമില്ലായ്മ അനുഭവപ്പെട്ടു, ഭാരമില്ലാത്തത് കൊണ്ട് അതിന് മർദ്ദമുണ്ടായില്ല, വെള്ളം വെളിയിലേക്ക് വന്നില്ല എന്നാണ്. ഇതും വീഴുമ്പോൾ ഭാരമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ വീഡിയോ നോക്കുക. ഇതിനകത്ത് ഒരു ആൾ രൂപം കാണുന്നുണ്ട്. അതിൻ്റെ തല ഭാരമുള്ള തലയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ താഴെയുള്ള സ്പ്രിങ് ആ ഹോളിലേക്ക് കടത്തിയിടുമ്പോൾ ആ മരക്കട്ടയിൽ അത് ഇരിക്കുന്നത്. മുകളിലത്തെ വെയിറ്റ് കൊണ്ട് സ്പ്രിങ്ങിനെ അല്പം ഞെക്കിയാണ് അതിരിക്കുന്നത്. പക്ഷേ താഴോട്ട് ഇടുന്ന സമയത്ത് അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ, ഭാരമില്ലാതെ വരികയും സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ മൂലം അത് ആ മരക്കട്ടനെ തെറിച്ച് വെളിയിൽ വരുന്നതും കാണും. ഇതും വീഴുമ്പോൾ ഭാരമില്ല എന്ന് കാണിക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെ അനേകം രീതിയിൽ നമുക്ക് വീഴുമ്പോൾ ഭാരമില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഇതിന് സാധാരണ നമ്മൾ പറയുക നിർബാധ പതനം അല്ലെങ്കിൽ ഫ്രീ ഫോളിംഗ് എന്നാണ്.
ഈ ഒരു ആനിമേഷൻ ഞാൻ എങ്ങനെയാണ് ഭാരമില്ലായ്മ ശൂന്യാകാശത്ത് വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ചിത്രീകരിച്ചതാണ്. നോക്കുക, ഭൂമിയുടെ എ എന്ന പോയിന്റിന് നേരെ മുകളിലായിട്ട് കാണുന്ന ഓറഞ്ച് നിറത്തിലുള്ള ഒരു വട്ടം, അതൊരു ശൂന്യാകാശ വാഹനമാണെന്ന് ചിന്തിക്കുക. ആ വാഹനം അവിടെ ഇപ്പോൾ എങ്ങനെയോ പിടിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അതെങ്ങനെയെങ്കിലും ആട്ടെ, അതിൻ്റെ ആ ഒരു മെക്കാനിസം കാണിച്ചിട്ടില്ല. അവിടുന്ന് പിടുത്തം വിട്ടു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ നേരെ എ എന്ന പോയിന്റിലേക്ക് വന്ന് വീഴും. ഈ വീഴുന്ന സമയത്ത് അതിനകത്തുള്ള ആൾക്കാർക്കും വസ്തുക്കൾക്കും എല്ലാം ഭാരമില്ലായ്മ അനുഭവപ്പെടും. അതിനുശേഷം വീഴുന്ന അതേ സമയത്ത് തന്നെ F1 എന്ന് പറയുന്ന ഒരു ബലം അതിന് വലത്തോട്ട് അഥവാ സൈഡിലേക്ക് നൽകുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ടാണ് ഈ സാധനം അവിടുന്ന് വീഴുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഈ പാത്തിൽ കൂടി സഞ്ചരിച്ചായിരിക്കും വീഴുക. ഇങ്ങനെ വീഴുമ്പോഴും അതിന് ഭാരമില്ലായ്മയുണ്ട്, അതിനകത്തിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മയുണ്ട്. അതായത് സൈഡിലോട്ട് മാറി വീണു എന്നുള്ളത് ഭാരമില്ലായ്മ ഇല്ലാതാവാനൊരു കാരണമാകുന്നില്ല. അല്പം കൂടി ബലം കൊടുത്താൽ അത് ഇങ്ങനെയായിരിക്കും വീഴുക. ബലം കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ വീഴുന്ന പാത്ത് വക്രമായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നോക്കുക, ഇത് ആദ്യം വന്ന് വീണതിന് തൊട്ടടുത്താണ് വീണത്, പക്ഷേ മറുവശത്തു കൂടിയാണ് വന്ന് വീണിരിക്കുന്നത്. അല്പം കൂടി ബലം കൂട്ടിക്കൊടുത്തപ്പോൾ ഇത് എ എന്ന പോയിന്റിന് മുകളിൽ കൂടി 2 പ്രാവശ്യം കടന്നു പോകും. അതായത് ആദ്യം തുടങ്ങിയപ്പോൾ എയുടെ നേരെ മുകളിലായിരുന്നു, ഇപ്പോൾ അത് ഒരിക്കൽ കൂടി എയെ പാസ് ചെയ്ത് കടന്നു പോയിരിക്കുന്നു. എന്നാൽ കുറച്ചുകൂടി വലിയ ബലമാണ് കൊടുക്കുന്നതെങ്കിൽ അത് സഞ്ചരിച്ച് ഭൂമിയുടെ ആകാശവലയത്തിൽ നിന്ന് വെളിയിലിട്ട്, അതായത് ശൂന്യാകാശത്തേക്ക് കടന്നു പോകുന്നതാണ്. അപ്പോൾ ഈ 2 ബലത്തിനും ഇടയിലുള്ള വളരെ തുല്യമായ അല്ലെങ്കിൽ കണക്ക് കൂട്ടിയ ഒരു ബലം നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ ആ ബലത്തിന് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയും. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അങ്ങനെ ഒരു ബലം കൊടുക്കാൻ സാധിച്ചാൽ അത് ഇങ്ങനെ സഞ്ചരിക്കും. ഇങ്ങനെ വീഴുമ്പോഴും അതിന് ഭാരമില്ലായ്മയുണ്ട്, അതിനകത്തിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മയുണ്ട്. വീണ്ടും അത് എയിൽ കൂടി തന്നെ കടന്നു പോകും. ഇതാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഇത് ഭൂമിയിൽ നിന്നുള്ള ഓരോ ഉയരത്തിനും ഓരോന്നായിരിക്കും. അപ്പം നമ്മുടെ കൃത്രിമ ഉപഗ്രഹങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു പ്രത്യേക ഉയരത്തിലെത്തിയതിന് ശേഷം അതിനെ വശത്തോട്ട് ചലിപ്പിക്കുകയും എന്നിട്ട് ഇന്ധനം കൊടുക്കുന്നത് നിർത്തി, ബലം കൊടുക്കുന്നത് നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സ്വതന്ത്രമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കറങ്ങുന്ന പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഓർബിറ്റിന് ആവശ്യമായ വെലോസിറ്റിയാണ് നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർബിറ്റൽ വേഗത എന്ന് പറയുന്നത്. ശൂന്യാകാശ സഞ്ചാരികളെല്ലാം ഇങ്ങനെ കുറച്ചു നേരം സഞ്ചരിച്ചിട്ടായിരിക്കും സഞ്ചാര ഉദ്ദേശം നിർവഹിക്കുന്നത് എന്ന് ഞാൻ പറയാൻ കാര്യം, ചന്ദ്രനിലേക്ക് പോകുന്ന ഒരു സഞ്ചാരിയാണെങ്കിൽ ഭൂമിക്ക് ചുറ്റും കുറച്ചു നേരം ഇങ്ങനെ കറങ്ങും. ആ സമയത്തായിരിക്കും അവർ പരീക്ഷണങ്ങളെല്ലാം നടത്തുക. ഈ സമയമാണ് പൊതുജനത്തിന് കാണാൻ ഏറ്റവും താല്പര്യമുള്ള ഭാരമില്ലായ്മ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ സമയത്താണ് അവർ ഭാരമില്ലായ്മ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാറ്. ശൂന്യാകാശ നിലയം, നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ഏകദേശം 700 കിലോമീറ്റർ മുകളിൽ, 400 മുതൽ 700 കിലോമീറ്റർ വരെ മുകളിൽ ഇതേ രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഉയരത്തിലും ഓരോ വേഗതയാണ്. പക്ഷേ നമുക്കൊരു കണക്കിന് പറഞ്ഞാൽ ഈ വസ്തുക്കളെല്ലാം സ്ഥിരമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭൂമിയുടെ വളവ് കാരണം ഒരിക്കലും ഭൂമിയിൽ എത്തുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇവയെല്ലാം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ഭാരമില്ലായ്മ ഉണ്ടാകുന്നത്. വീഴാൻ കാരണം ആകർഷണബലവുമാണ്. അപ്പോൾ നമുക്ക് പറയാം, ആകർഷണബലം ഉള്ളത് കൊണ്ടാണ് അവിടെ ഭാരമില്ലായ്മ ഉണ്ടാകുന്നത്, ആകർഷണബലം ഇല്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ ശൂന്യാകാശത്ത് ആകർഷണബലം ഇല്ല എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. ഭാരമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കറങ്ങുന്നില്ലെങ്കിൽ അവയ്ക്ക് ഭാരമുണ്ട്.
ഇങ്ങനെ കറങ്ങുന്ന അവസ്ഥയിൽ മാത്രം അതിന് ഭാരമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് ഉയരത്തിലും ഭാരമില്ലായ്മ സൃഷ്ടിച്ചെടുക്കാം കൃത്രിമമായി. പക്ഷെ അവിടെ ഇല്ലാത്തതല്ല. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ആകർഷബലം ഭൂമിയിലെത്തി ഭൂമിയിൽ വേലിയേറ്റം ഉണ്ടാക്കുന്നത് ഇതേ ഭാരമില്ലായ്മ നമ്മളുണ്ടാക്കുന്ന സ്ഥലത്തു കൂടി തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ ഈ വേഗത്തിൽ വശത്തോട്ട് ചലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നത്. ഇതാണ് യഥാർത്ഥ കാരണം. അപ്പം നമ്മൾ എല്ലാ വിഷയത്തിനെക്കുറിച്ചും നമ്മളുടെ മനസ്സിൽ കാണുന്ന മറ്റ് സംഭവങ്ങളുമായി കണക്ട് ചെയ്ത് സംശയരൂപേണ ചോദിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തുക എന്ന ഒരു പ്രക്രിയയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇനി നിങ്ങളുടെ ചിന്തയ്ക്കായി ഒരു ചെറിയ കണക്ക് കൂടി ഞാനിവിടെ എഴുതും. അതിന് ഉത്തരം അടുത്ത വീഡിയോയ്ക്ക് മുമ്പ് കണ്ടെത്തി കമൻറ്റ് ചെയ്യുക. ഉത്തരം കണ്ടെത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു വില ആദ്യം കൊടുക്കുന്നു, അത് ശരിയായില്ലെങ്കിൽ ആ വില മാറ്റി കൊടുക്കുന്നു, അത് ശരിയായില്ലെങ്കിൽ മറ്റൊരു വില കൊടുക്കുന്നു. ഈ രീതിയല്ല ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു വില അവിടെ കൊടുക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണം. അത് ഒരു മേ ബി ആയിരിക്കാം. ദിസ് മേ ബി ദ റിസർച്ച് എന്ന റീസണിലായിരിക്കും അവിടെ ഇടുന്നത്. അത് കഴിഞ്ഞ് അത് ദിസ് ഷുഡ് ബി ആവണം, ദിസ് മസ്റ്റ് ബി ആണ്. ഓരോ ഭാഗത്തെയും വിലകൾ ഇട്ടു പോകുമ്പോൾ ഇതല്ലാതെ അവിടെ മറ്റൊരു വിലയും യോജിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി തന്നെ വേണം മുമ്പോട്ട് പോകാൻ. അങ്ങനെ വേണം ഉത്തരം കണ്ടെത്താൻ. ഉത്തരവും ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.